ലെറ്റ് ഷെയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മഞ്ചാടി ഗെയിം. അജൽ ആൻഡ് ഫ്രണ്ട്സ് ആർ കളക്ടിങ് മഞ്ചാടി സീഡ്സ് ഫോർ ദയർ മാത്ത് ബോക്സസ് ഫ്രം അണ്ടർ ദ മഞ്ചാടി ട്രീ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. എന്താണ്, സ്കൂൾ ഗ്രൗണ്ടിലെല്ലാം മഞ്ചാടി മരത്തിന്റെ അടിയിൽ നിന്ന് അജലും അജലിന്റെ ഫ്രണ്ട്സും മഞ്ചാടി കുരുക്കള് മാത്ത് ബോക്സസിന് വേണ്ടി കളക്ട് ചെയ്യുകയാണ്. അവിടെ നോക്കൂ, ഒരു കുട്ടി പറയുന്നത് ഐ ഗോട്ട് 12 എന്ന് പറയുന്നുണ്ട് അല്ലെ, എനിക്ക് 12 എണ്ണം കിട്ടി എന്ന് പറയുന്നു. അപ്പൊ മറ്റേ കുട്ടി എന്താ പറയുന്നത്, ലെറ്റ്സ് ഷെയർ ഈക്വലി, നമുക്കിത് തുല്യമായി വീതിക്കാം എന്ന് പറയുകയാണ് അല്ലെ. അപ്പോൾ എത്ര പേരുണ്ട് അവിടെ? 4 ചിൽഡ്രൻ ഉണ്ട് അല്ലെ. ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, there are 12 seeds in the bowl. ബൗളിൽ എത്ര സീഡ്സ് ആണുള്ളത്? 12 സീഡ്സ് ആണുള്ളത്. അഭിനയ gave 1 seed to each. അഭിനയ ഓരോരുത്തർക്കും ഓരോ സീഡ്സ് വീതം കൊടുത്തു. 1 seed each. അപ്പൊ റിമൈനിങ് സീഡ്സ് എത്രയാ? 12 നിന്ന് ഓരോരോ സീഡ്സ് ഓരോരുത്തർക്കും കൊടുത്തു എന്ന് പറഞ്ഞാൽ 4 സീഡ്സ് കുറഞ്ഞു അല്ലെ. 12 നിന്ന് 4 കുറഞ്ഞാൽ 8 ആണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ സീഡ് കൂടിയും കൊടുത്തു കേട്ടോ. അപ്പൊ ഓരോരുത്തരുടെ കയ്യിലും 2 സീഡ്സ് വെച്ചിട്ടായി. അപ്പൊ റിമൈനിങ് സീഡ്സ് എത്രയാണ്? 8ൽ നിന്ന് 4 കുറച്ചാല് 4. ദെൻ 3 സീഡ്സ് കൊടുത്തപ്പോ ബാക്കി എത്ര സീഡ്സ് ആയി മാറി? 4ൽ നിന്ന് 4 പോയി അല്ലെ, 4 സീഡ്സും പോയി. അപ്പൊ 0 അല്ലേ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് എത്രയാണ്? അവിടെ ബോക്സിൽ എഴുതാ 12 എന്ന്. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 4 ആണ് അല്ലെ. ദെൻ ഹൗ മെനി ഡിഡ് ഈച്ച് ഗെറ്റ്? ഓരോരുത്തർക്കും എത്രണ്ണം വീതം കിട്ടും? 12നെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലെ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. 4 3s are അല്ലേ 12 ആണല്ലോ. ഓരോരുത്തർക്കും എത്രയാ കിട്ടുന്നത്? 3 ആണ് അല്ലെ. 3 എന്ന് എഴുതി. അവിടെ എന്താ പറയുന്നത്? 3 റൗണ്ട്സ് ഓഫ് ഷെയറിംഗ് റൈറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അതായത് 3 റൗണ്ട്സ് ഓഫ് ഷെയറിംഗ് അല്ലേ നടന്നത് അല്ലെ. ഫസ്റ്റ് റൗണ്ട് ഷെയർ ചെയ്തു, അപ്പൊ 8 ബാക്കി വന്നു. ദെൻ സെക്കൻഡ് റൗണ്ട് ഓഫ് ഷെയറിംഗ് നടന്നപ്പോൾ 4 ബാക്കി വന്നു. ദെൻ തേർഡ് റൗണ്ട്സ് ഓഫ് ഷെയറിംഗ് വന്നപ്പോഴാണ് 0 ആയത്. അപ്പൊ മൊത്തം 3 റൗണ്ട്സ് ഓഫ് ഷെയറിംഗ് ആണ് അല്ലെ. അപ്പൊ 4 3s are ആണല്ലോ 12. അപ്പൊ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഇഫ് 12 മഞ്ചാടി സീഡ്സ് ആർ ഡിവൈഡഡ് ഈക്വലി among 4 children, each will get 3 മഞ്ചാടി seeds. 12 മഞ്ചാടി കുരുക്കള് 4 കുട്ടികള് തുല്യമായി വീതിച്ചാല് ഓരോരുത്തർക്കും 3 മഞ്ചാടി സീഡ്സ് വീതം കിട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. വാട്ട് ഇഫ് 12 സീഡ്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 3 ചിൽഡ്രൻ? അതായത് 12 മഞ്ചാടി സീഡ്സ് 3 പേർക്ക് തുല്യമായി വീതിച്ചാലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ വരിക? ആഫ്റ്റർ 1 റൗണ്ട് റിമൈനിങ് സീഡ്സ് എത്രയാ വരിക? 1 റൗണ്ട് ഓഫ് ഷെയറിംഗിന് ശേഷം റിമൈനിങ് സീഡ്സ് എത്രയാണ്? 12ൽ നിന്ന് 3 പേർക്കാണ് അല്ലെ ഡിവൈഡ് ചെയ്യുന്നത്. ഓരോരോ സീഡ്സ് വെച്ചിട്ട് 3 സീഡ്സ് കുറഞ്ഞാല് ബാക്കി 9 സീഡ്സ്. ദെൻ ആഫ്റ്റർ 2 റൗണ്ട്സ് ഓഫ് ഷെയറിംഗ്, രണ്ടാമത്തെ റൗണ്ട് ഓഫ് ഷെയറിംഗിന് ശേഷം ബാക്കി എത്രയാ വരിക? 9ൽ നിന്ന് അഗെയിൻ 3 സീഡ്സ് കുറയും അല്ലെ. 9 - 3 അപ്പൊ എത്രയാ? 6 അല്ലേ. ദെൻ ആഫ്റ്റർ 3 റൗണ്ട്സ് ഓഫ് ഷെയറിംഗോ 3 തവണ കൊടുത്തതിന് ശേഷം ബാക്കി എത്രയാ വരിക? 6ൽ നിന്ന് അഗെയിൻ 3 കുറയും അല്ലെ, ബാക്കി സീഡ്സ് 3 വരും. ദെൻ ആഫ്റ്റർ 4 റൗണ്ട്സ് ഓഫ് ഷെയറിംഗിന് ശേഷം ബാലൻസ് സീഡ്സ് എത്രയാ വരിക? 3ൽ നിന്ന് 3 കുറയും അല്ലെ, 0 അല്ലേ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 12 ആണ്. എമംഗ് ഹൗ മെനി ചിൽഡ്രൻ വർ ദേ ഡിവൈഡഡ്? എത്ര പേർക്കാണ് അത് വീതിച്ചത്? 3 പേർക്ക് അല്ലെ, 3 അല്ലേ. അപ്പൊ എങ്ങനെയാ വരിക? 3 4s are അല്ലേ 12. അപ്പൊ ഓരോരുത്തർക്കും കിട്ടുന്നത് എത്രയാ? ഹൗ മെനി ഡിഡ് ഈച്ച് ഗെറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും കിട്ടിയ എത്രയാ? 4 സീഡ്സ് ആണ് അല്ലെ. 3 പേർക്ക് ഡിവൈഡ് ചെയ്യണു, 4 വെച്ച് വീതം കിട്ടുന്നു. ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് 12. 3 × 4 = 12 ആണ്. വാട്ട് ഇഫ് 12 സീഡ്സ് ആർ ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 2 ചിൽഡ്രൻ? അതായത് 12 മഞ്ചാടി സീഡ്സ് നമ്മള് 2 ചിൽഡ്രൻ വീതിച്ചെടുത്താലോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാ വരിക? ആഫ്റ്റർ 1 റൗണ്ട് റിമൈനിങ് സീഡ്സ് എത്രയാണ്? 1 റൗണ്ട് ഓഫ് ഷെയറിംഗിന് ശേഷം റിമൈനിങ് സീഡ്സ് എത്രയാണ്? 12ൽ നിന്ന് 2 കുറയും. അപ്പൊ എത്രയാ? 10 ആണ്. ദെൻ ആഫ്റ്റർ 2 റൗണ്ട്സ് ഓഫ് ഷെയറിംഗ് ദ റിമൈനിങ് സീഡ്സ് എത്രയാ വരിക? 10ൽ നിന്ന് 2 കുറയും. അപ്പൊ എത്രയാണ്? 8 വരും. ആഫ്റ്റർ 3 റൗണ്ട്സ് ഓഫ് ഷെയറിംഗിന് ശേഷം എത്രയാ വരിക? 8ൽ നിന്ന് 2 കുറയൂ അല്ലേ. അപ്പൊ റിമൈനിങ് സീഡ്സ് എത്രയാ വരിക? 6 വരും. ദെൻ ആഫ്റ്റർ 4 റൗണ്ട്സ് ഓഫ് ഷെയറിംഗ് അപ്പൊ എത്രയാ വരിക? അത് റിമൈനിങ് സീഡ്സ് എന്ന് പറയുന്നത് 6 - 2 അല്ലേ. അപ്പൊ എത്രയാ? 4 അല്ലേ. ദെൻ ആഫ്റ്റർ 5 റൗണ്ട്സ് ഓഫ് ഷെയറിംഗ് അതിനുശേഷം എത്ര റിമൈനിങ് സീഡ്സ് വരിക? 4 - 2 അല്ലേ, 2 ആണ് അല്ലേ. ദെൻ ആഫ്റ്റർ 6 റൗണ്ട്സ് ഓഫ് ഷെയറിംഗ് എത്രയാ റിമൈനിങ് സീഡ്സ് വരിക? 2 - 2 0 ആവില്ലേ റിമൈനിങ് സീഡ്സ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുകയാണ് ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് 12 ആണ്. ഡിവൈഡഡ് ബിറ്റ്വീൻ ഹൗ മെനി ചിൽഡ്രൻ? എത്ര പേർക്കാണ് വീതിച്ചത്? 2 ആണ് അല്ലെ, 2 ചിൽഡ്രൻ ആണ്. 2 എന്ന് എഴുതുക. ഹൗ മെനി ഡിഡ് ഈച്ച് ഗെറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് എത്ര എണ്ണം വീതം കിട്ടും എന്നാണ് കേട്ടോ. എത്രയാ വരിക? 2 6 r ആണല്ലേ 12. അപ്പോൾ 6 മഞ്ചാടി സീഡ്സ് ആണ് കിട്ടുക. അപ്പോൾ 6 അല്ലേ. 2 × 6 = 12. 2 ചിൽഡ്രൻ ഡിവൈഡ് ചെയ്യണു, 6 വെച്ചിട്ട് കിട്ടണു. ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് 12.
12. When 12 seeds were shared between 2 children, each got 6. അതായത് 12 മഞ്ചാടി സീഡ്സ് 2 ചിൽഡ്രൻ തുല്യമായി വീതിച്ചപ്പോൾ എന്താണ് ഓരോരുത്തർക്കും 6 എണ്ണം വീതം കിട്ടിയില്ലേ? കണ്ടില്ലേ നമ്മള്? ഇഫ് 12 ഈസ് ഡിവൈഡഡ് ഇൻടു 4 ഈക്വൽ ഗ്രൂപ്പ്സ്, ഈച്ച് ഗ്രൂപ്പ് ഹാസ് 3. അതായത് 12നെ എന്താണ് 4 എണ്ണമുള്ള കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതം ഉണ്ടാവും? 3 ആണ് അല്ലേ? 3 എണ്ണം വീതം ഉണ്ടാവും. ഇഫ് 12 ഈസ് ഡിവൈഡഡ് ഇൻടു 3 ഈക്വൽ ഗ്രൂപ്പ്സ്, ഹൗ മെനി വുഡ് ഈച്ച് ഗ്രൂപ്പ് ഹാവ്? അതായത് 12നെ 3 എണ്ണമുള്ള കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതം ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര എണ്ണാണ്? 3 4s ആണ് 12 അല്ലേ? അപ്പൊ 4 എണ്ണം അല്ലേ? 4 എന്ന് എഴുതുക കേട്ടോ. ഓരോ ഗ്രൂപ്പിലും എത്ര എണ്ണം വീതം ഉണ്ടാവും? 4. ഇനി അതന്നെ ഇവിടെ ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്താണ്? 12 സീഡ്സ് സ്പ്ലിറ്റ് ഇൻടു 2 ഈക്വൽ ഗ്രൂപ്പ്സ്. എന്താണ്? 12 സീഡ്സിനെ 2 കൂട്ടമാക്കി മാറ്റി കേട്ടോ. 2 എണ്ണമുള്ള കൂട്ടമാക്കിയാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിക്ചർ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാ വരിക? നമ്മൾ 2 ഗ്രൂപ്പാക്കി മാറ്റിയിരിക്കണം. അപ്പൊ ഈച്ച് ഗ്രൂപ്പ് ഹാസ് 6 ആണ് അല്ലേ? ഓരോ ഗ്രൂപ്പിലും എത്ര എണ്ണം വീതമാണ്? 6 എണ്ണം വീതം. 12 സ്പ്ലിറ്റ് ഇൻടു 2 ഈക്വൽ ഗ്രൂപ്പ്, 6 ഇൻ ഈച്ച് ഗ്രൂപ്പ്. അതായത് 12നെ ഒരേപോലെയുള്ള 2 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമാണ്? 6 എണ്ണം വീതമാണ്. ദെൻ 12 സ്പ്ലിറ്റ് into 2 equal parts, 6 in each part. അതായത് 12നെ 2 തുല്യ ഭാഗമാക്കിയാൽ ഓരോ ഭാഗത്തിലും എത്ര എണ്ണം വീതമാണ്? 6 അല്ലേ? 12 divided into 2 each is 6. അതായത് 12നെ 2 ആയി വീതിച്ചാൽ ഓരോന്നിലും 6 ആണ്. We also say 12 divided by 2 is 6. നമ്മളിത് എങ്ങനെ പറയാം? 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ആണ് എന്ന് പറയാം അല്ലേ? We write it using a symbol. നമ്മളിത് എങ്ങനെയാണ്? ചിഹ്നം ഉപയോഗിച്ചിട്ട്. സിമ്പിൾ എന്ന് പറഞ്ഞ ചിഹ്നം കേട്ടോ. ചിഹ്നം ഉപയോഗിച്ച് എഴുതുക. അതവിടെ കാണിച്ചിട്ടുണ്ട്. 12 ഡിവിഷന്റെ ചിഹ്നമാണിത് കേട്ടോ. ഡിവൈഡഡ് ബൈ 2 is equal to 6. അവിടെ ബോക്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 12 divided by 2 is equal to 6. നമ്മൾ അത് എങ്ങനെയാ വായിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. We read this as എങ്ങനെയാ വായിക്കുക? 12 divided by 2 is equal to 6. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 12 സീഡ്സ് ആർ സ്പ്ലിറ്റ് ഇൻ ടു 3 ഈക്വൽ ഗ്രൂപ്പ്സ്. അതായത് 12 മഞ്ചാടികള് ഒരേ എണ്ണമുള്ള 3 ഗ്രൂപ്പുകളാക്കുകയാണ് കേട്ടോ. അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. 3 ഗ്രൂപ്പ്സ് ആക്കിയപ്പോൾ ഓരോ ഗ്രൂപ്പിൽ എത്ര എണ്ണം വീതം? 4 ഇൻ ഈച്ച് ഗ്രൂപ്പ് അല്ലേ? ഓരോ കൂട്ടത്തിലും 4 എണ്ണം അല്ലേ? ഇഫ് 12 സീഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ ഗ്രൂപ്പ്സ്, 3 ഈച്ച് ഗ്രൂപ്പ് വുഡ് ഹാവ് 4. എന്താ പറഞ്ഞിരിക്കുന്നത്? 12 സീഡ്സിനെ ഒരുപോലുള്ള 3 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതം ഉണ്ടാകും? 4 എണ്ണം വീതം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ദാറ്റ് ഈസ് 12 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 4. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതുക? 12 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 4. 3ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുക നോക്കിയാൽ മതി അല്ലേ? അപ്പൊ 3 4s ആണല്ലോ 12. 3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. 4 എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിലും കിട്ടുന്ന മഞ്ചാടി സീഡ്സ് ആണ്. 12 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് കേട്ടോ. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് 12 സീഡ്സ് ആർ ഡിവൈഡഡ് ഇൻടു 4 ഈക്വൽ ഗ്രൂപ്പ്സ്. അതായത് 12 സീഡ്സിനെ നമ്മൾ 4 എണ്ണമുള്ള കൂട്ടമാക്കിയാൽ ദാറ്റ് ഈസ് 12 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 3. 12നെ നമ്മൾ 4 ഭാഗമാക്കി മാറ്റിയാൽ 3 കിട്ടും അല്ലേ? 12 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 3. അതായത് 4ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുക എന്ന് നോക്കിയാൽ മതി. 4 3s അല്ലേ 12. 4 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, 3 എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിലും കിട്ടുന്ന മഞ്ചാടി സീഡ്സ്, 12 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ്. ഇനി അടുത്ത് നോക്കൂ. 12 സീഡ്സ് ആർ ഡിവൈഡഡ് ഇൻടു 6 ഈക്വൽ ഗ്രൂപ്പ്സ്. 12 സീഡ്സിനെ നമ്മൾ 6 ഈക്വൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാ? 12 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു എത്ര വരിക? 12നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 6 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 12 കിട്ടുക നോക്കിയാൽ മതി അല്ലേ? 6 2s അല്ലേ 12. അപ്പൊ 2 ആണ് ആൻസർ വരിക. അത് നമ്മൾ എങ്ങനെയാ എഴുതുക? 12 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 2. അതായത് 6 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 12. 6 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, 2 എന്ന് പറയുന്നത് മഞ്ചാടി സീഡ്സ് ആണ് അല്ലേ ഫോർ ഈച്ച് ഗ്രൂപ്പ്, ദെൻ 12 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ്. നെക്സ്റ്റ് ലെറ്റ്സ് റൈറ്റ്. നമുക്ക് എഴുതാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇവന്റ്, മാത്ത് ഓപ്പറേഷൻ, മാത്ത് ലാംഗ്വേജ് അങ്ങനെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇവന്റ് എന്താണ്? 12 സീഡ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 2 ചിൽഡ്രൻ. അതായത് 2 കുട്ടികൾ 12 സീഡ്സ് തുല്യമായി വീതിച്ചു. അങ്ങനെയെങ്കിൽ മാത്ത് ഓപ്പറേഷൻ നമ്മൾ എങ്ങനെയാ എഴുതുക? 12 ഈസ് സ്പ്ലിറ്റ് ഇൻടു 2 ഈക്വൽ പാർട്സ്. മാത്ത് ലാംഗ്വേജ് എങ്ങനെയാ വരിക? 12 ഡിവൈഡഡ് ബൈ 2.
12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാ? 6 അല്ലേ വരിക? അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 6. അടുത്ത ഇവന്റ് നോക്കൂ. 12 സീഡ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 4 ചിൽഡ്രൻ. 4 ചിൽഡ്രൻ ആണ് അല്ലേ ഈക്വലി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാത്ത് ഓപ്പറേഷൻ എങ്ങനെയാ വരിക? 12 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 4 ഈക്വൽ പാർട്സ്. 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ദെൻ മാത്ത് ലാംഗ്വേജ് എങ്ങനെയാ വരിക? 12 ഡിവൈഡഡ് ബൈ 4 ആണ് അല്ലേ? 12 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എത്രയാ? 3. അങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് മാത്ത് ഓപ്പറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഇവന്റ് തന്നിട്ടില്ല കേട്ടോ. മാത്ത് ലാംഗ്വേജും തന്നിട്ടില്ല. ഓപ്പറേഷൻ നോക്കൂ. 12 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. എന്താണ് ഇവന്റ് വരിക? 12 സീഡ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 3 ചിൽഡ്രൻ അല്ലേ വരിക? മാത്ത് ലാംഗ്വേജോ 12 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എത്രയാ? 4 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒന്നും തന്നിട്ടില്ല, നമ്മളത് ഫില്ല് ചെയ്യണേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 12 സീഡ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 6 ചിൽഡ്രൻ എന്ന് എഴുതാലോ. മാത്ത് ഓപ്പറേഷൻ എങ്ങനെ എഴുതുക? 12 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 6 ഈക്വൽ പാർട്സ്. അപ്പോൾ മാത്ത് ലാംഗ്വേജ് എങ്ങനെ എഴുതുക? 12 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലേ? 12 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതുക കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കൂ. കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്ക് ഇവിടെ ഇവന്റ് തന്നിട്ടുണ്ട്, മാത്ത് ഓപ്പറേഷൻ, മാത്ത് ലാംഗ്വേജ് ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇവന്റ് നോക്കൂ. 6 സ്വീറ്റ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ. അപ്പൊ എങ്ങനെയാ മാത്ത് ഓപ്പറേഷൻ എഴുതുക? 6 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. മാത്ത് ലാംഗ്വേജോ 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാ? വിച്ച് ഈസ് ഈക്വൽ ടു 3. നെക്സ്റ്റ് നോക്കൂ. ഇവന്റ് നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ? മാത്ത് ഓപ്പറേഷനും മാത്ത് ലാംഗ്വേജും നമ്മൾ എഴുതണം കേട്ടോ. 16 പെൻസിൽസ് ഷെയർഡ് ഈക്വലി എമംഗ് 4 ചിൽഡ്രൻ. അപ്പൊ മാത്ത് ഓപ്പറേഷൻ എങ്ങനെയാ? 16 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 4 ഈക്വൽ പാർട്സ്. മാത്ത് ലാംഗ്വേജ് എങ്ങനെയാണ്? 16 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എത്രയാ വരിക? 4 അല്ലേ? 4 4s അല്ലേ? 16 4 അല്ലേ? അടുത്തത് നോക്കുക. 18 പെൻസ് ഷെയർഡ് ഈക്വലി എമംഗ് 6 ചിൽഡ്രൻ. അപ്പൊ എങ്ങനെ മാത്ത് ഓപ്പറേഷൻ എഴുതുക? 18 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 6 ഈക്വൽ പാർട്സ്. അപ്പൊ മാത്ത് ലാംഗ്വേജ് എങ്ങനെയാ എഴുതുക? 18 ഡിവൈഡഡ് ബൈ 6. 18 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു എത്രയാ വരിക? 6 3s ആണല്ലേ 18. അപ്പൊ എത്രയാ? 3 അല്ലേ? അപ്പൊ 18 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം കേട്ടോ. അടുത്തത് നമുക്ക് ഒന്ന് ഫുൾ ഫില്ല് ചെയ്യാണ്ട് അല്ലേ? ഇവന്റ് നമുക്ക് എങ്ങനെ എഴുതാം? 14 ബുക്സ് ഷെയർഡ് ഈക്വലി എമംഗ് 2 ചിൽഡ്രൻ അങ്ങനെ എഴുതാം. അപ്പൊ എങ്ങനെയാ മാത്ത് ഓപ്പറേഷൻ എഴുതാം? 14 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. അപ്പൊ മാത്ത് ലാംഗ്വേജ് എങ്ങനെ എഴുതാം? 14 ഡിവൈഡഡ് ബൈ 2. 14 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നാൽ എത്രയാ വരിക? 14 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 7. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.